ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു പാർട്ടി വെയർ ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പാറ്റേണൊക്കെ ഡയറക്റ്റ് മെറ്റീരിയൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് കണ്ടല്ലോ, ഈ ഒരു ഷേപ്പ് നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴത്ത് ഞാൻ കുറേ റൗണ്ട്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാറ്റേൺ കാണിക്കാത്ത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഫുള്ളും, അത് ഏകദേശം ക്രോപ്പ് ടോപ്പ് ഒരു 14 ഇഞ്ചസിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 14 ഇഞ്ചസ് ഫുള്ളും നമ്മളിതുപോലെ തന്നെ ഈ റൗണ്ട്സ് വരച്ചിരിക്കുന്ന ഭാഗത്ത് സീക്വൻസും കട്ട് ബീഡ്സും വെച്ചിട്ട് ചെറിയ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പാറ്റേൺ കാണിക്കാത്തത്. അതായത് നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ ഫുൾ പോർഷൻ ഫ്രണ്ട് ഫുള്ളും നമ്മളിതുപോലെ വർക്ക് ചെയ്തെടുക്കുവാണേ. അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇതുപോലുള്ള ഗോൾഡൻ കളർ സീക്വൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ റൗണ്ട് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. റൗണ്ട് ബീഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി നോർമലി നമ്മൾ എടുക്കുന്ന ആ ടൈപ്പല്ല, കുറച്ചുകൂടെ ചെറുതാണ് കേട്ടോ. പിന്നെ ഞാൻ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിലെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ബിഗിനേഴ്സൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിലും ഡാർക്കായിട്ട് വരച്ചാൽ പിന്നെ അത് നമ്മുടെ വർക്ക് കഴിഞ്ഞാലും മാഞ്ഞു പോകത്തില്ല, ഫസ്റ്റ് വാഷിലൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യുകയെന്ന്. അപ്പം അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണെങ്കിൽ പെട്ടെന്ന് മാഞ്ഞു പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻസിൽ ഓപ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് പേപ്പർ പെൻസിലാണ് കേട്ടോ. ഇത് അത്ര ഇതല്ല, നമ്മൾ വരച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാലും മാഞ്ഞു പോകുന്ന ടൈപ്പാണ്. അപ്പോൾ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നവർക്ക് ഇതുപോലുള്ള പേപ്പർ പെൻസിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വരച്ചിരിക്കുന്ന യെല്ലോ കളർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്ന മെറ്റീരിയലിൻ്റെ സെയിം കളർ സ്വിങ് ത്രെഡ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ റൗണ്ട് വരയ്ക്കാനായിട്ട് ഇതുപോലുള്ള സ്കെയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ ക്രോപ്പ് ടോപ്പ് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ നമുക്ക് ഈ ഫ്ലവർ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ നീഡിലേക്ക് ത്രെഡ് കോർത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ സ്വിങ് ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒത്തിരി പേരുടെ ഡൗട്ടാണ് ഏത് ത്രെഡാണെന്ന്. നോർമൽ സ്വിങ് ത്രെഡ് തന്നെയാണ് എടുത്തേക്കുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒന്നും സംഭവത്തില്ല, ഡാമേജ് ഒന്നും വരത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ റൗണ്ട്സിൻ്റെ മിഡിലായിട്ട് നമുക്കൊരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു 5 സീക്വൻസും കട്ട് ബീഡും വെച്ച് ഫ്ലവർ പോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്ത് വേണം ചെയ്ത് പോരാനായിട്ട്. വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫുള്ള് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ക്രോപ്പ് ടോപ്പിൻ്റെ ഫുള്ളും ഫ്രണ്ട് പോർഷൻ ഫുള്ളും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സീക്വൻസും കട്ട് ബീഡ്സും ഗോൾഡൻ ബീഡ്സും മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ഫ്രണ്ട് ഫുൾ പോർഷന് നമ്മളിതുപോലെ തന്നെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ്.
ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ. നമ്മളിത് ബുട്ടിക്കിലൊക്കെ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും. നമുക്ക് തന്നെ സ്വന്തമായി വീട്ടിൽ ഇരുന്ന് ചെയ്യാനുള്ള നല്ലൊരു വർക്കാണ് കേട്ടോ. നമ്മൾ എടുത്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ജോർജറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കോട്ടണിലോ ജോർജറ്റിലോ സബ് സിൽക്കിലോ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.